നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ മാസം തിരുവനന്തപുരത്തും ലക്ഷ്യയിലെ ബ്രാഞ്ചിലും പുതുതായി ആരംഭിക്കുന്ന LDC ബാച്ചുകളുടെ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ലക്ഷ്യയുടെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട, ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട് തുടങ്ങിയ ബ്രാഞ്ചുകളിൽ ഈ മാസം LDCയുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നു. 2026 എന്ന് പറയുന്ന വർഷം PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു വർഷമാണ്. ഡിഗ്രി നിലവാരത്തിലുള്ള നിരവധി നോട്ടിഫിക്കേഷൻസ് വന്നു. അതിനോടൊപ്പം മറ്റ് പല തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ തന്നു. നമ്മൾ പലരും വളരെ സജീവമായി പഠിക്കുന്നു. മെയ് മാസം മുതൽ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ടൈം ടേബിൾ വരുമെന്ന് നേരത്തെ PSC അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ 10th ലെവൽ, അതായത് LD ക്ലർക്ക്, വേരിയസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഫോക്കസ് ചെയ്ത് പഠനം ആരംഭിച്ചു. അങ്ങനെ നേരത്തെ പഠനം ആരംഭിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായി റിവൈസ് ചെയ്യുകയും അത് പരീക്ഷകൾ എഴുതി 100% പ്രാപ്തനായി പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്ന അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവുക. കാരണം ഓരോ പരീക്ഷയ്ക്കും തൊട്ടു മുമ്പ് നടക്കുന്ന പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് കൂടെ നമ്മളോടൊപ്പം പരീക്ഷ എഴുതാൻ വരുമ്പോൾ നമ്മളുടെ ഭാഗം വളരെ കൃത്യമായിരിക്കണം. നമ്മൾ ഏതൊരു റാങ്ക് ലിസ്റ്റിലും കടന്നുകൂടാൻ ഉതകുന്ന തരത്തിലുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പല ഉദ്യോഗാർത്ഥികളും കാലേക്കൂട്ടി പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ പുതുതായി ആരംഭിക്കുന്ന ബാച്ചുകളെ കുറിച്ചിട്ടൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് തീർച്ചയായും നിങ്ങൾക്കറിയാവുന്നതാണ്. ക്ലാസ്സുകളെ ഒരു കോംപ്രമൈസും ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നതല്ല. 100% ആത്മാർത്ഥമായി കമ്മിറ്റഡായി പഠിക്കാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ എന്ന് ഞങ്ങൾ നിസ്സംശയം പറയാറുണ്ട്. കാരണം ഞങ്ങൾ കൃത്യമായ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കും. പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത്. അതിനെ സെലക്ട് ചെയ്ത് മുൻവർഷ ചോദ്യപേപ്പറുകളെ വിലയിരുത്തി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അതുമാത്രം സെലക്ട് ചെയ്തിട്ടാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതിനുശേഷം ക്രമാതീതമായി എല്ലാ ടോപ്പിക്കുകളും പഠിപ്പിച്ച് തീർക്കുക എന്നതാണ് ലക്ഷ്യ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെ പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഫലപ്രദമായിരിക്കും. അപ്പോൾ പുതിയ 10th ലെവൽ ബാച്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ഓരോ പ്രാവശ്യവും വരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ. റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിസൾട്ടാണുള്ളത്. അത് നിസ്സംശയം ഇവിടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പുറത്തുള്ള ആൾക്കാർക്കും അത് നിസ്സംശയം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന വേരിയസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള LDCയുടെ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. ക്ലാസിൻ്റെ സമയം ആരംഭിക്കുന്നത് രാവിലെ 10:15 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് സമയമുള്ളത്. ആൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും ക്ലാസ്. തിങ്കൾ, ബുധൻ, വെള്ളിയിലോ അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനിയിലോ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. തിങ്കൾ, ബുധൻ, വെള്ളി ബാച്ചസും ഉണ്ട്, ചൊവ്വ, വ്യാഴം, ശനി ബാച്ചസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് ആക്കിയിരിക്കുന്നതിനുള്ള കാരണം തന്നെ ഒരു ദിവസം ഒരു നിശ്ചിത ടോപ്പിക്ക് പഠിക്കാനായി ഓരോ ഉദ്യോഗാർത്ഥിക്ക് നൽകിയിട്ടുണ്ടാവും. ഇത് അടുത്ത ദിവസം എക്സാം നടത്തും. അതിന് നമ്മൾ ഡെയിലി എക്സാം എന്നാണ് പറയുക. ഇത് പഠിച്ചു തീർക്കാനും അന്നേ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി വീണ്ടും പഠിച്ച് റിവൈസ് ചെയ്യാനുമുള്ള സമയം വേണം. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഹോളിഡേ കൊടുക്കുന്നത്. കാരണം എല്ലാ ദിവസവും ക്ലാസ് വെച്ചാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് സിസ്റ്റമാറ്റിക്കായി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഈ ഒരു രീതി അനുവർത്തിച്ചു വരുന്നത്. അത് വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു രീതി തന്നെയാണ്. ഓക്കെ. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഡെയിലി എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 25-30 മാർക്കിന് നടത്തുന്ന പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ ഒരു ഉദ്യോഗാർത്ഥി പ്രാപ്തനായിരിക്കണം. അതിൽ മാർക്ക് കുറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മത്സരത്തിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതെല്ലാവർക്കും മനസ്സിലാവും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിലേക്ക് എത്തിപ്പെടാൻ പലരും ശ്രമിക്കാറുമുണ്ട്. ഇനി ഡെയിലി എക്സാമിന് ശേഷം മന്ത്ലി എക്സാമിനേഷൻ, അതൊരു മാസത്തെ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പഠിപ്പിക്കുന്ന വസ്തുതകളും 16 മുതൽ 30-ാം തീയതി വരെ പഠിപ്പിക്കുന്ന വസ്തുതകളെയും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതകളെ 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു.
എന്നിട്ട് 2 മന്ത്ലി എക്സാം കണ്ടക്ട് ചെയ്യും. ഒരു മാസം പഠിപ്പിക്കുന്ന വസ്തുതകൾ ഉദ്യോഗാർത്ഥി കൃത്യമായി പഠിച്ചോ, പഠിച്ചത് പ്രോപ്പറായി റിവൈസ് ചെയ്തോ എന്ന് ഞങ്ങൾക്കും ഉദ്യോഗാർത്ഥിക്കും ഒന്നുപോലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. രണ്ടാമത്, നമ്മുടെ ക്ലാസ് ബേസ് ചെയ്ത് നടത്തുന്ന പരീക്ഷയിൽ എൻ്റെ മാർക്കും എൻ്റെ സുഹൃത്തിൻ്റെ മാർക്കും തമ്മിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങിച്ച കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാവുന്നതാണ് ഈ ഒരു എക്സാമിനേഷൻ. ഇനി മൂന്നാമത്തെ പരീക്ഷ ജനറൽ എക്സാമിനേഷനാണ്. PSCയുടെ സിലബസിനെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷകളെയാണ് ജനറൽ എക്സാമിനേഷൻ എന്ന് പറയുക. ഒരു ബാച്ചിനെ ബേസ് ചെയ്ത് ഒരു നിശ്ചിത ജനറൽ എക്സാമിനേഷൻ നടത്തിപ്പോകും. അതിനോടൊപ്പം നടത്തുന്നതാണ് കോമൺ ജനറൽ എക്സാമിനേഷൻ. അത് ഒരു കുട്ടിക്ക് എല്ലാ ആഴ്ചയും ഒരു കോമൺ ജനറൽ എക്സാം എഴുതാൻ പറ്റും. അത് ലക്ഷ്യയിലെ തന്നെ എല്ലാ ബാച്ചുകാരും കൂടെ ചേരുന്നതാണ് ഈ കോമൺ ജനറൽ എക്സാം. നേരത്തെ പറഞ്ഞ 3 പരീക്ഷകളും അതാത് ബാച്ചുകൾക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണെങ്കിൽ ഇതൊരു ബ്രാഞ്ചിന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിന് മുൻപ് തുടങ്ങിയ ബാച്ചോ നമുക്ക് ശേഷം തുടങ്ങിയ ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു PSCയുടെ അതേ മാതൃകയിലുള്ള പരീക്ഷയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സ്ഥാനം ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നോർമലി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കടക്കാനുള്ള പൂർണ്ണമായ പ്രാപ്തിയിലേക്ക് എത്തിപ്പെടുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നമ്മൾ മാർക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെയധികം പ്രാവീണ്യമുള്ള, കൃത്യമായി സബ്ജക്റ്റുകൾ അസസ് ചെയ്യുന്ന, ഓരോ ആഴ്ചയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന, PSC ചോദ്യപേപ്പറുകൾ പുതുതായി വരുന്ന അതിലെ കണ്ടന്റുകൾ വ്യക്തമായി വിലയിരുത്തുന്ന, ആ പുതിയ മാറ്റങ്ങളെ അനുസരിച്ച് പഠിപ്പിക്കുന്ന, അതിന് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകൾ പ്രിൻ്റഡായി നൽകിക്കൊണ്ടായിരിക്കും ഓരോ ക്ലാസ്സുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സർക്കാർ ജോലി വേണമെങ്കിൽ അയാൾക്ക് വേണ്ടത് ഏറ്റവും മികച്ച ട്രെയിനിങ് ആണ്. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറ്റവും മികച്ച ട്രെയിനിങ് എവിടെ നിന്ന് ലഭിക്കുമോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു മുതൽക്കൂട്ടായിരിക്കും. അത് മനസ്സിലാക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും 100% ആത്മാർത്ഥമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ LDC ബാച്ച് 100% വർത്തായിരിക്കും. നിങ്ങളുടെ സ്ഥലം എവിടെയാണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് തിരുവനന്തപുരത്തും, നെയ്യാറ്റിൻകരയാണ് നിങ്ങളുടെ വീടിനടുത്താണെങ്കിൽ അവിടെയും, ആറ്റിങ്ങൽ, വെഞ്ഞാറമ്മൂട്, കാട്ടാക്കട, നെടുമങ്ങാട് തുടങ്ങിയ തിരുവനന്തപുരത്തെ എല്ലാ പ്രധാന ലൊക്കേഷനിലും ലക്ഷ്യയ്ക്ക് ബ്രാഞ്ച് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ബ്രാഞ്ചുള്ളൂ, മറ്റ് ജില്ലകളിലേക്ക് ലക്ഷ്യയ്ക്ക് ബ്രാഞ്ച് ഇല്ല എന്നുള്ള കാര്യവും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഈ എല്ലാ ബ്രാഞ്ചുകളിലും ഈ മാസം വ്യത്യസ്തമായ ദിവസങ്ങളിൽ LD ക്ലർക്കിൻ്റെ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു.